ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്ന് രാവിലെ ഒരുങ്ങി കെട്ടിയിട്ട് എൻ്റെ ഇത്രയും സ്പീഡിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സും കൂടെ ഇന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് പുറത്ത് പോകുന്നുണ്ട്. ഞങ്ങളൊരു മൂവിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാലൻ സിനിമയ്ക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ നേരെ RP മാളിലോട്ടാണ് പോയത്. ഭാഗ്യമെന്ന് പറയട്ടെ, RP മാൾ എന്തായാലും തുറന്നിട്ടില്ല. അയാൾ സെക്യൂരിറ്റി ഒക്കെ ഞങ്ങളെ നോക്കുന്നുണ്ട്. ഈ പിള്ളേർ കുറ്റിയും പറിച്ച് രാവിലെ എവിടെ പോകാനാണ് വന്ന് നിൽക്കുന്നതെന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാളൊക്കെ ഓപ്പണായി. ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയിരുന്നു. അവിടെ അങ്ങ് ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു. ഞങ്ങളാണ് ഫസ്റ്റ് അവിടെ എത്തിയത്. പറഞ്ഞിട്ടും കാര്യമില്ല, 10 മണിക്കാണ് മാൾ ഓപ്പൺ ആയത്. ഞങ്ങൾ എല്ലായിടത്തും ലേറ്റായി പോകുന്നത്. ഞങ്ങൾ എന്താണ് ഇത്ര നേരത്തെ ഇവിടെ എത്തിയെന്ന് ഒരു പിടിയില്ല. അതുകൊണ്ട് ഫുഡ് ഒന്നും അവിടെ ഒന്നും ആയിട്ടില്ലായിരുന്നു. ഞങ്ങളാണ് അവിടെ ഫസ്റ്റ് എത്തിയത്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നിന്ന് സമയമൊക്കെ കളഞ്ഞ് അങ്ങനെ ഒരു 10:45 ഷോ. അങ്ങനെ കണ്ട എങ്ങനെയൊക്കെയോ 10:45 അങ്ങനെ ഞങ്ങളൊരു പോപ്കോണൊക്കെ മേടിച്ചുകൊണ്ട് നേരെ ഷോയ്ക്ക് കയറി. ബാലൻ സിനിമയ്ക്കാണ് ഞങ്ങൾ പോയത്. ഞാൻ കുറേ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതാണ് പോയെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആ സിനിമ. ഒരു പ്രത്യേക ടൈപ്പ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കണക്കൊരു സിനിമയുടെ പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞിങ്ങനെ നടന്ന് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളൊരു ഓട്ടോയ്ക്കകത്ത് നേരെ പോയത് ബീച്ചിലോട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ നട്ടപ്പുറ വെയിലത്ത് ബീച്ചിൽ പോയിരിക്കാൻ ഞങ്ങൾക്ക് വട്ടാണ്. പക്ഷേ ഈ പൊരി വെയിലത്ത് ബീച്ചിലോട്ട് വെച്ച് പിടിച്ചതിന് ഞങ്ങൾക്കൊരു റീസൺ ഉണ്ടായിരുന്നു. അതാണ്ട് ഇതാണ് ആ റീസൺ. ഉപ്പിലിട്ടതൊക്കെ കഴിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ പൈനാപ്പിളും മാങ്ങയും പിന്നെ അഭിരാമിയുടെ പ്രത്യേക ഇഷ്ടപ്രകാരം കാരക്കയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മാങ്ങയും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആ കാരക്ക അഭിരാമിയുടെ സെലക്ഷൻ ആയതുകൊണ്ട് പറയുമല്ല, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ അത്രയും വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ വിചാരിച്ച് നേരെ പോയി ഫയൽവാനിൽ നിന്നൊരു ബിരിയാണി കഴിക്കാമെന്ന്. പക്ഷേ അതും ചീറ്റിപ്പോയി. ഫയൽവാനിലെ ബിരിയാണി തീർന്നുപോയി. അങ്ങനെ നേരെ ഞങ്ങൾ സലീം ഹോട്ടലിൽ പോയി നല്ല ചൂട് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് അപ്പോഴത്തേക്ക് ഞങ്ങൾ ക്ഷീണിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.